ഹായ് ഓൾ, നിങ്ങളെൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടാമത്തെ പാർട്ട് എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയെക്കുറിച്ചാണ്. കുഞ്ഞുനാളിൽ മുതലേ വിമാനങ്ങൾ കാണുമ്പോൾ ഓടിച്ചെന്ന് മുറ്റത്ത് പോയി നോക്കുന്ന അതേ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ തന്നെയാണ് ഞാനും എൻ്റെ ഈ ഫ്ലൈറ്റ് യാത്ര ആരംഭിച്ചത്. അപ്പോൾ നമ്മൾ കണ്ണൂർ എയർപോർട്ടിലെത്തിയപ്പം നമ്മുടെ സവാരിയുടെ 40 അംഗങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ആദ്യമായി ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഒരുങ്ങിയതെന്ന്. അങ്ങനെ ഞങ്ങൾ ചെക്കിങ്ങിന് വേണ്ടി കുറച്ച് സമയം ക്യൂ നിന്നു. പാസ്പോർട്ടും വിസ കോപ്പിയും എല്ലാം എടുത്ത് നമ്മളവിടെ കൊടുക്കുകയും അവരത് വെരിഫൈ ചെയ്യുകയും നമ്മുടെ ഐ സ്കാനൊക്കെ ചെയ്തിട്ട് അതിനുശേഷം ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് തരികയാണ് ചെയ്തത്. ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഞങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഫ്ലൈറ്റിൽ പോകുന്നവരുടെ. അപ്പോഴൊക്കെ അവരുടെ കയ്യിൽ ഈ ഒരു ബോർഡിംഗ് പാസ് ഉയർത്തി കാണിച്ചിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കും കിട്ടി ഒരു ബോർഡിംഗ് പാസ്. അതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായിരുന്നു. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയതിന് ശേഷം നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഏതാണ്ട് 3 മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരുന്നു. നമ്മളുടെ ഫ്ലൈറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അപ്പോഴാണ് വിൻഡോയിലൂടെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ഫ്രെയിം കടന്നു വന്നത്. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ ഞാൻ കണ്ണൂർ ടു ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ടു. അങ്ങനെ നമ്മൾ ഓരോരുത്തരായി എയറോ ബ്രിഡ്ജിലൂടെ നടന്ന് ഒടുവിൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് എത്തിയത്. അവിടെ വെൽക്കം ചെയ്യാനായി എയർ ഹോസ്റ്റസ് ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ സീറ്റ് നമ്പർ നോക്കി അവിടെ ഇരുന്നു. ടേക്ക് ഓഫ് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ വേൾഡിൽ തന്നെ ഏറ്റവും ബിസിയസ്റ്റായ എയർപോർട്ടായ ദുബായ് എയർപോർട്ടിലേക്ക് നമ്മൾ ഇറങ്ങി. അവിടെ നിന്നും ബസ് വഴി എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ച.